നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വരുന്ന ഓണം ക്രിസ്ത്യാനികൾ ആഘോഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കരുത് എന്ന് പറയുവാനുള്ള കാരണം, ക്രിസ്ത്യാനികൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് അവരുടെ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചടങ്ങാണ് ഓണം എന്നതുകൊണ്ടുമാണ്. ഓണത്തിന്റെ പിന്നാമ്പുറ കഥ, കേരളം നന്നായി ഭരിച്ചിരുന്ന മഹാബലിയെ അസുരവേഷം ധരിച്ച് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ കഥയോടനുബന്ധിച്ചാണ് ഓണത്തെ പറ്റി കഥകൾ പ്രചരിക്കുന്നത്. എന്നാൽ ശാസ്ത്രീയമായി നിരീക്ഷിക്കുമ്പോൾ ഈ ഓണത്തിന്റെ ഈ കഥ മറ്റ് ചില സാങ്കേതികമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ഇത് കേരളത്തിന്റെ പഴയകാല കൊയ്ത്ത് ഉത്സവമാണെന്നും ഇതിനു വേണ്ടി കഥകൾ മെനഞ്ഞതാണെന്നും ഒക്കെ പറഞ്ഞ് ധാരാളം കഥകൾ ഓണത്തെ പറ്റിയുണ്ട്. അതെന്തുമാകട്ടെ, ഓണം ക്രിസ്ത്യാനി ആഘോഷിക്കരുത് എന്ന് പറയുന്നവർ അവർ ശരിക്കും ബൈബിളിൽ വിശ്വസിക്കുന്നവരും ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നവരുമാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓണം ആഘോഷിക്കരുതെന്ന് പറഞ്ഞവരോട് ബൈബിളിലെ ചില കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഉത്തരം ഈ വീഡിയോ ഇടുന്നവർ തന്നെ പറയണം. ഇതാ ചോദ്യം 1. നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ യഹോവയാകുന്ന ദൈവം മോശയ്ക്ക് കൊടുത്ത കൽപ്പനകളിൽ ഒന്നാമത്തേതാണ്, നിനക്ക് ദീർഘായുസ്സുണ്ടാക്കുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം മൂത്ത് എല്ലാ പ്രായമായ മാതാപിതാക്കളും ഓർഫനേജ് പേയ്മെന്റ് കൊടുക്കുന്ന ഓൾഡ് ഏജ് ഹോമുകളിലെയും അന്തേവാസികളാണ്. നാം അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നുവെങ്കിൽ ഈ മാതാപിതാക്കളെ നമുക്ക് തന്നെ നോക്കിക്കൂടെ? ഈ ഓർഫനേജുകളും പെയ്ഡ് ഓൾഡ് ഏജ് ഹോമുകളും പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനി മാതാപിതാക്കളാണ് അവിടെ അഭയം തേടിയിരിക്കുന്നത്. കൊല ചെയ്യരുത്. എന്റെ അറിവിൽ ഇന്ന് വരെ ഒരു ക്രിസ്ത്യാനിയും കൊല ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നിങ്ങളുടെ അറിവിൽ ക്രിസ്ത്യാനികൾ കൊലപാതകം ചെയ്തിട്ടുണ്ടോ? ഈ ബൈബിൾ അതിയായി വിശ്വസിക്കുന്നവർ കൊലപാതകം ചെയ്തതായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് ബൈബിളിലെ വാക്യമാണ്. കൊലപാതകം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. അത് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. വ്യഭിചാരം ചെയ്യരുത്. ക്രിസ്ത്യാനികൾ വ്യഭിചാരം ചെയ്യരുതെന്ന് എഴുതി വെച്ച വാക്യം തരം കിട്ടിയാൽ ബൈബിളിലും നീക്കിക്കളയാൻ പോലും ക്രിസ്ത്യാനികൾ തയ്യാറാണ്. കാരണം ആ ഒരു വാചകം ക്രിസ്ത്യാനിക്ക് പറ്റിയതല്ല. ഇത് ബൈബിൾ ഇത് രേഖപ്പെടുത്തിയ അന്നത്തെ കാലത്ത് നമ്മൾ മലയാളികൾ അന്നത്തെ കാലത്ത് ഇത് സത്യം പറഞ്ഞാൽ നീക്കം ചെയ്യേണ്ടതായിരുന്നു. വ്യഭിചാരം ചെയ്യരുത്. സിസ്റ്റർ ലൂസിയുടെ വെളിപ്പെടുത്തലുകൾ കാട്ടാൽ നമുക്ക് മനസ്സിലാകും വ്യഭിചാരം ക്രിസ്ത്യാനികൾ ചെയ്യുമോ ഇല്ലയെന്ന്. സിസ്റ്റർ അഭയെ കൊലപ്പെടുത്തിയ കഥ കേട്ടാൽ നമുക്ക് മനസ്സിലാകും വ്യഭിചാരം ക്രിസ്ത്യാനികൾ ചെയ്യുകയില്ല എന്ന്. ശരിയല്ലേ? പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന വീട്ടമ്മയെ 4 ഓർത്തഡോക്സ് പുരോഹിതന്മാരാണ് വ്യഭിചാരം ചെയ്തത്. ഇതിന്റെ പേര് വ്യഭിചാരമെന്നല്ലേ? ഇത് ബൈബിളിൽ എഴുതിയ കഥ പ്രസംഗിക്കുന്ന പുരോഹിതന്മാരല്ലായിരുന്നോ? മോഷ്ടിക്കരുത്. ക്രിസ്ത്യാനികൾ മോഷ്ടിക്കാറുണ്ടോ? കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. ഇത് ആരെങ്കിലും പാലിക്കുന്നുണ്ടോ? കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. അവന്റെ ഭാര്യയെയും അവന്റെ മൃഗങ്ങളെയും മോഹിക്കരുത്. ഇതെല്ലാം ക്രിസ്ത്യാനികൾ പാലിക്കപ്പെടുന്നുണ്ടോ? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. 2 നില വീടും റിമോട്ട് കൺട്രോളറുള്ള ഗേറ്റ് സ്വിച്ചും എല്ലാം പിടിപ്പിച്ച് വിദേശ നിർമ്മിത കാറിൽ വന്ന് ഇറങ്ങി 2 നില വീട്ടിൽ താമസിക്കുന്ന ക്രിസ്ത്യാനിയോട് ചോദിക്കുകയാണ്, നിന്റെ മതിലിന് പുറത്ത് താമസിക്കുന്ന ചെറ്റക്കുടിൽ താമസിക്കുന്നവനെ നീ കാണുന്നുണ്ടോ? നീ സ്നേഹിക്കുന്നുണ്ടോ? ബൈബിളിലെ യേശു പറഞ്ഞതാണ്,
നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇത് പാലിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെ 100 കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ ഓണം ആഘോഷിക്കരുതെന്ന്, അല്ലെങ്കിൽ പാതാളത്തിൽ പോയ മഹാബലിയെ ആഘോഷിക്കരുതെന്ന് പറഞ്ഞ എടാ ക്രിസ്ത്യാനി, നീ പാലിക്കുന്നുണ്ടോ? വെറുതെ ബൈബിൾ പറഞ്ഞതുകൊണ്ടോ ബൈബിൾ പ്രസംഗിച്ചുകൊണ്ടല്ല. ബൈബിളിൽ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പാലിക്കപ്പെടാതെ എന്തിനാണ് ഇത്തരം ഭോഷത്വങ്ങൾ വിളമ്പുന്നത്? അടുത്ത ചോദ്യം. അടുത്തത്, ഞാൻ പരദേശിയായി പാർക്കുന്ന നാട്ടിൽ അവിടുത്തെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. ഞാൻ ഗൾഫിൽ പോയി താമസിക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ നിയമം എനിക്ക് കീർത്തനമാണ്. ഞാൻ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ഇന്ത്യയിലെ നിയമങ്ങൾ എനിക്ക് കീർത്തനമാണ്. ഇതൊക്കെ അതുപോലെ ഈ കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമമാണ് ഓണം ദേശീയ ഉത്സവമായി ആഘോഷിക്കണമെന്നുള്ളത്. ഇത് ഇവിടുത്തെ നിയമമാണ്. ഈ നാട്ടിൽ പാർക്കുന്നവർ പാലിക്കേണ്ട അല്ലെങ്കിൽ അനുസരിക്കേണ്ട നിയമമാണ്. ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ്. അത് നിങ്ങൾ ആർത്തുല്ലസിച്ച് സുഖമായിട്ട് ആഹ്ലാദത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്താ നിങ്ങൾക്ക് പാലിക്കപ്പെടാൻ വയ്യാത്ത? എന്താ? ഈ നാട്ടിലെ ചട്ടമാണത്. ഈ ചട്ടം പാലിച്ചേ പറ്റൂ. അതിനകത്തെ മഹാബലിയുടെ കഥയും വാമനന്റെ കഥയും ഒന്നും നിങ്ങൾ കാണണ്ട. നിങ്ങൾ ഇവിടുത്തെ ചട്ടം പാലിക്കണം. നിങ്ങൾ ആ ഉത്സവമായി ആഘോഷിക്കണം. നിങ്ങൾ ഈ പ്രസംഗിക്കുന്നവരാരും ബൈബിളിൽ വെച്ച് ഇങ്ങനെ പേരെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇത്തരം കഥകൾ പറയുന്നുവെന്നേ ഉള്ളൂ. നിങ്ങൾ ആരും യഥാർത്ഥ ക്രിസ്തു ഭക്തന്മാരുമല്ല. നിങ്ങൾ ആരും വിശ്വാസികളുമല്ല. നിങ്ങളെല്ലാവരും മഹാകള്ളന്മാരും പണം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരുമാണെന്ന് ഈ കേരളത്തിൽ ജീവിക്കുന്ന സർവ്വ മനുഷ്യർക്കും അറിയാം. ഇവിടുത്തെ മതസൗഹാർദ്ദം തകർക്കാനാണ് നിങ്ങളുടെ ഇത്തരം മ്ലേച്ഛമായ കമന്റുകൾ കൊണ്ട് കഴിയുന്നത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ആദിവാസിയും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാം കേരളത്തിൽ സൗഹാർദ്ദത്തോടെ ജീവിക്കുകയാണ്. അതിന്റെ ഒരു പങ്ക് ഈ ഓണം എന്ന മഹോത്സവം സാധ്യമാക്കിയിട്ടുമുണ്ട്. ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞതിനോട് എതിരഭിപ്രായമാണെങ്കിലും അനുകൂലമായ അഭിപ്രായമാണെങ്കിലും നിങ്ങൾ പറയണം. ഇതൊന്ന് ഷെയർ ചെയ്യുക കൂടി വേണം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ നമസ്കാരം.